സാറേ, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവായിട്ടുള്ള താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രാജ്യത്ത് ഭരണത്തിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ നിലവിൽ ചീഫ് അഡ്വൈസർ ആയിരുന്ന മുഹമ്മദ് യൂനുസ് ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവുക? മുഹമ്മദ് യൂനുസ് പ്രസിഡന്റ് ആയേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. അതായത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മന്ത്രിസഭ വന്നു. മന്ത്രിസഭയിൽ ഈ മുഹമ്മദ് യൂനുസിന്റെ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ ധോവലുണ്ടല്ലോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA, ഖലീലുർ റഹ്മാനായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ. ഈ ഖലീലുർ റഹ്മാനെയാണ് വിദേശകാര്യ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് യൂനുസിന്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ആളെ വിദേശകാര്യ മന്ത്രി ആക്കണം എന്നുണ്ടെങ്കിൽ മുഹമ്മദ് യൂനുസിനോട് വലിയ വിരോധമൊന്നും ഇപ്പോഴത്തെ ഭരണകൂടത്തിലില്ല. താരിഖ് റഹ്മാൻ ഇല്ല എന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ BNPയുടെ മുതിർന്ന നേതാവ് ഖണ്ഡകർ മുഷറഫ് ഹുസൈൻ്റെ പേരും കേൾക്കുന്നുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. പക്ഷേ പടിഞ്ഞാറൻ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് വലിയ അടുപ്പവും ഇപ്പോൾ ഈ ചീഫ് അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് തന്നെ പല രാജ്യങ്ങളുമൊക്കെ ആയിട്ട് അടുപ്പമൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചൈനയുമായിട്ടൊക്കെ യൂനുസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആകെയുള്ള പ്രശ്നം, ഒരു ബദൽ അധികാര കേന്ദ്രമായിട്ട് യൂനുസ് മാറുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അതിൽ താരിഖ് റഹ്മാന് വിരോധമൊന്നുമില്ലെങ്കിൽ യൂനുസിന് പ്രസിഡന്റ് ആകാം. എന്താന്ന് വെച്ചാൽ ജൂലൈ ചാർട്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ഭരണപരിഷ്കാര സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ യൂനുസ്. അതിൽ പ്രസിഡന്റിന് കൂടുതൽ അധികാരം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹിതപരിശോധന 60% പേരും യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിതപരിശോധനയെ അനുകൂലിച്ചു. 2 വോട്ടായിരുന്നു. ഒന്ന് ഈ പുതിയ ഏത് പാർട്ടി അധികാരത്തിൽ വരണം എന്നുള്ളത്. രണ്ടൊരു ഹിതപരിശോധന നടന്നു. അവിടുത്തെ ഈ ഭരണപരിഷ്കാരങ്ങൾക്കൊക്കെ നിങ്ങൾ അനുകൂലമാണോ എന്ന് ചോദിച്ചിരുന്നു വോട്ടർമാരോട്. അവർ അനുകൂലമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഭരണപരിഷ്കാരങ്ങളിൽ പ്രസിഡന്റിന് കൂടുതൽ അധികാര അവകാശങ്ങൾ കൊടുക്കുന്നതാണ് ആ പരിഷ്കാരങ്ങൾ. പക്ഷെ ആ പരിഷ്കാരങ്ങളോട് ഞങ്ങൾക്ക് വലിയ അഭിപ്രായം ഇല്ല എന്ന് BNP നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് നടപ്പാക്കുമോ എന്നുള്ളത് വേറെ കാര്യമാണ്. ജമുന ഗസ്റ്റ് ഹൗസിലാണ് ഈ താമസിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് യൂനുസ് അവിടെ നിന്ന് മാറുകയും താരിഖ് റഹ്മാൻ അങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ധാക്കയിലെ ഗുൽഷൻ ഏരിയയിലാണ് മുഹമ്മദ് യൂനുസിൻ്റെ വീട്. അപ്പോൾ യൂനുസ് അങ്ങോട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. 2025 മാർച്ചിൽ, കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ ഗ്രാമീൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിരുന്നു മുഹമ്മദ് യൂനുസ്. അപ്പോൾ അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തൽക്കാലം വ്യാപരിക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ഉണ്ടല്ലോ മുഹമ്മദ് ഷഹാബുദ്ദീൻ. ഈ മുഹമ്മദ് ഷഹാബുദ്ദീൻ നേരത്തെ തന്നെ എൻ്റെ ഒരു ഭരണഘടനാപരമായ ബാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കും എന്ന് നേരത്തെ തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഷഹാബുദ്ദീൻ. 2028 ഏപ്രിൽ വരെ കാലാവധിയുണ്ട്. പക്ഷേ ഈ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. പല ആളുകളുമായിട്ടും നല്ല ബന്ധമല്ല. പ്രത്യേകിച്ച് അവിടുത്തെ പട്ടാള മേധാവിയായിട്ട് ഒട്ടും സുഖത്തിലല്ല. മാത്രമല്ല അപമാനിതനാണ്. യൂനുസിൻ്റെ ഈ ഭരണകാലത്ത് ധാരാളമായിട്ട് അപമാനിക്കപ്പെട്ടു എന്നും അങ്ങേര് അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് രാജിവെക്കുന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ മുഹമ്മദ് ഷഹാബുദ്ദീൻ പോവും പ്രസിഡന്റ്. അപ്പോൾ പുതിയ പ്രസിഡന്റിനെ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ആർട്ടിക്കിൾ 50, അവിടുത്തെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 50 ആണ് ഈ പ്രസിഡന്റിനെ പറ്റി പറയുന്നത്. ബംഗ്ലാദേശിൽ 5 വർഷമാണ് കാലാവധി. 2 തവണയെ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റൂ. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. MP മാരാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അപ്പർ ഹൗസും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ലോവർ ഹൗസിലെ MP മാരാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു പ്രസിഡന്റിൻ്റെ സ്ഥാനം
ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ ഇലക്ഷൻ പ്രക്രിയ അവിടെ തുടങ്ങുന്നതും ഒക്കെ. ഈ ഭരണഘടനയുടെ 123 വകുപ്പിൽ ഈ പ്രസിഡന്റിൻ്റെ കാലാവധിക്ക് 60-90 ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ പ്രസിഡന്റിനെ എടുക്കാനുള്ള പ്രക്രിയ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റ് സമ്മേളനത്തിൽ വച്ചിട്ട് അല്ലെങ്കിൽ പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം ചേർന്നിട്ട് ആണ് അവിടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഒരാളെ ഉള്ളൂ എങ്കിൽ വോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ ഉള്ളൂ എങ്കിൽ വോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടതെന്നാണ് നിലവിലുള്ള അവിടുത്തെ നിയമം ഭരണഘടനയിലും. അതിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തുന്ന ഭരണപരിഷ്കാരമാണ് യൂനുസ് എന്ന് പറഞ്ഞാൽ യൂനുസിന് പ്രസിഡന്റ് ആകണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭരണപരിഷ്കാരം ആണ് ചെയ്തിട്ട് പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. 56(2) വകുപ്പിൽ പ്രധാനമന്ത്രിയെ പ്രസിഡന്റാണ് നിയമിക്കുന്നത്, മന്ത്രിസഭ അംഗങ്ങളെയും അതെ. പിന്നെ 95 വകുപ്പിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാം. ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കുന്നതൊക്കെ പ്രസിഡന്റാണ്. അപ്പോൾ 118 വകുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജൂലൈ ചാർട്ടർ അനുസരിച്ച് ഉള്ള ഭരണപരിഷ്കാരത്തിൽ പറയുന്നത് പ്രസിഡന്റിന് വേറെ ചില പുതിയ അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് പ്രസിഡന്റിന് രഹസ്യ ബാലറ്റ് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷനെ സ്വതന്ത്രമായിട്ട് പ്രസിഡന്റിനെ നിയമിക്കാം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറയുന്ന അനുസരിച്ചൊന്നുമല്ല, പ്രസിഡന്റിനെ സ്വന്തമായിട്ട് നിയമിക്കാം. ഇൻഫർമേഷൻ കമ്മീഷനെ സ്വന്തമായിട്ട് നിയമിക്കാം. പ്രസ് കൗൺസിൽ സ്വന്തമായിട്ട് നിയമിക്കാം. ലോ കമ്മീഷൻ സ്വന്തമായിട്ട് നിയമിക്കാം. പിന്നെ ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അതിനെയും സ്വതന്ത്രമായിട്ട് നിയമിക്കാം. പിന്നെ ഈ അങ്ങനത്തെ അധികാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രസിഡന്റായുള്ള ഗുണം എന്താണ്? ഇയാൾക്കെതിരെ ധാരാളം കേസുകൾ ഹസീനയുടെ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? പ്രോസിക്യൂഷൻ നടപടികളിൽ ഇയാൾക്കെതിരെ ഉണ്ട്. കേസുകളിൽ പേടിച്ചിട്ട് ഇയാൾ പാരീസിൽ പോയി താമസിക്കുകയായിരുന്നു. ഹസീന പോയപ്പോൾ പാരീസിൽ നിന്ന് വരികയായിരുന്നല്ലോ ഇയാൾ. അപ്പൊ ആ പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ കഴിയും. ബംഗ്ലാദേശിൽ തന്നെ തുടരാനും കഴിയും. കഴിഞ്ഞ കൊല്ലം ജൂണിൽ താരിഖ് റഹ്മാനെ ലണ്ടനിൽ വെച്ച് യൂനുസ് കണ്ടിരുന്നു. ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വിവരം, ഈ പ്രധാനമന്ത്രിയായ താരിഖ് റഹ്മാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങയുടെ ഈ പത്രികയിലുമൊക്കെ ഹയർ സെക്കൻഡറി എന്ന് കാണുന്നുണ്ട്. പക്ഷെ അയാളെ കളിയാക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ എക്സിലും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എഞ്ചിനീയർ എന്ന് പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിൽ ഈ ഓരോരോ കുഴപ്പങ്ങൾ ചെയ്യുന്നവർക്ക് അയാൾ അത് എഞ്ചിനീയർ ചെയ്തു എന്ന് പറയില്ല. എന്ന് പറയുമ്പോൾ ഇയാൾ ഈ തെരഞ്ഞെടുപ്പ് മൊത്തത്തിലെ തട്ടിപ്പ് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു എഞ്ചിനീയറാണ് അങ്ങേര് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പരിഹസിക്കുന്ന രീതിയിൽ ധാരാളം പോസ്റ്റ് വരുന്നുണ്ട്. സർ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ മുഹമ്മദ് യൂനുസ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയോടുള്ള നിലപാട് മാറ്റം ഉണ്ടാകുമോ, അതോ പഴയ നിലപാട് തന്നെ ഉറച്ചിരിക്കുമോ? അതായത് അത് ചോദ്യം നന്നായി. എന്താണെന്ന് വെച്ചാൽ ഖലീലുർ റഹ്മാൻ ആരാണ് എന്ന് നോക്കണമല്ലോ. വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ JNUവിൽ പഠിച്ചിട്ടുണ്ട്. PhD പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ PhD. ബംഗ്ലാദേശ് വിദേശകാര്യ സർവീസിലുള്ള ആളാണ്, ഡോക്ടറാണ്. രാജ്ഷാഹി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായിട്ടുള്ള ആളാണ് ഡോക്ടർ ഖലീലുർ റഹ്മാൻ. ഖലീലുർ റഹ്മാൻ അതുപോലെ തന്നെ കാനഡയിൽ പാരീസിൽ സോർബോണിൽ പഠിച്ച ആളാണ്. അപ്പോൾ അത്യാവശ്യം വിദേശ എക്സ്പോഷർ ഉള്ള ആളാണ്. കാനഡയിൽ ഹൈക്കമ്മീഷണർ ആയിരുന്നു ഖലീലുർ റഹ്മാൻ.
അപ്പോൾ ഈ മറ്റേ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ അത്യാവശ്യം വേണമെങ്കിൽ മെച്ചപ്പെടുത്താവുന്ന, ഇന്ത്യയായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താവുന്ന ഒന്നാമത് ഇയാൾ പ്രസിഡന്റ് ആയി എന്നുള്ളത് കൊണ്ട് യൂനുസ് അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്ന BNP ആണ്. BNPയിലൊന്നും അംഗമൊന്നും അല്ലല്ലോ യൂനുസ്, അതിൻ്റെ നേതാവും ഒന്നുമല്ല. അപ്പോൾ മറ്റേ താരിഖ് റഹ്മാനെ സംബന്ധിച്ചിട്ട് ഈ ബന്ധം ലോകവുമായിട്ട് മെച്ചപ്പെടുത്തണം, ലോകബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും ഇരിക്കുന്നത് ഖലീലുർ റഹ്മാനാണ്. ഖലീലുർ റഹ്മാൻ വിദേശകാര്യമന്ത്രി ആയപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിനന്ദിച്ചിട്ടുണ്ട്. ജയശങ്കറിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് ഖലീലുർ റഹ്മാൻ. ദോവലിനും ഖലീലുർ റഹ്മാനെ NSA ആയിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നത് വിദേശകാര്യങ്ങളിൽ അവസാന വാക്ക് ഖലീലുർ റഹ്മാന്റെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഖലീലുർ റഹ്മാന്റെ അത്തരം കഴിവുകൾക്കുള്ള അംഗീകാരമായിട്ടായിരിക്കുമല്ലോ NSA ആയിട്ട് യൂനുസ് എടുത്തു വെച്ചത് ഖലീലുർ റഹ്മാനെ. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ ഖലീലുർ റഹ്മാൻ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. യൂനുസ് ആയിരിക്കില്ല. യൂനുസിന് പ്രസിഡന്റായിട്ടിരുന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത് താരിഖ് റഹ്മാനും BNPയും അയാൾ നിർദ്ദേശിച്ചിട്ട് പോയിട്ടുള്ള ഈ ഭരണപരിഷ്കാരം ഉണ്ടല്ലോ, പ്രസിഡന്റിന് കൂടുതൽ അധികാരം തുടങ്ങിയത്, അതൊന്നും നടപ്പാക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ ഒരു ആലങ്കാരിക പദവി തുടരാൻ ഉള്ള ഒരു ശ്രമങ്ങൾ യൂനുസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ അങ്ങേക്ക് താല്പര്യമാണെങ്കിൽ പ്രസിഡന്റ് ആകാൻ തയ്യാറാണ് എന്നൊക്കെ താരിഖ് റഹ്മാനോട് പറയാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.